കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം വിശ്വാസത്തിൻ്റെ നേരിടുന്ന അതിക്രമങ്ങളാണ്. ഞാൻ പേരെടുത്താണ് പറഞ്ഞത്, ജമാഅത്ത് ഇസ്ലാമി. ചെറുപ്പക്കാർക്ക് വേണ്ട റിസൾട്ടാണ്. അവർ വോട്ട് കുത്തുന്നുണ്ട്, അവർക്ക് നല്ല ഇൻഫ്രാസ്ട്രക്ചർ കിട്ടുന്നുണ്ടോ? വോട്ട് കുത്തുന്നുണ്ട്, അവർക്ക് ജോബ് കിട്ടുന്നുണ്ടോ? വോട്ട് കുത്തുന്നുണ്ട്, വീടില്ലാത്ത ആൾക്ക് വീട് കിട്ടുന്നുണ്ടോ? ഇതൊക്കെ ഇനിയിപ്പോൾ നാളുകൾ കേരളത്തിൽ അത് അത്രത്തോളം മാർക്കാവും. ഈ വികസനം മാത്രം പറഞ്ഞത് ഞാൻ അതാ പറഞ്ഞത്. ഇവിടെ പലതരത്തിലുള്ള ഫാക്ടേഴ്സ് നിൽക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ചലഞ്ച്. അത് ശരിയാണ്, യഥാർത്ഥമായ ചലഞ്ചാണ്. അത് ഞങ്ങൾ മറികടക്കുകയും ചെയ്യും. രണ്ടുപേരും തമ്മിൽ കൈകോർത്തിട്ട് വോട്ട് മറിക്കൽ മാത്രമാണ് ഏറ്റവും വലിയ ചലഞ്ച്. തിരുവല്ലയിൽ ഒരു കൂട്ടം യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കുന്ന എന്തെങ്കിലും ഒരു സ്ഥാപനം ഇവിടുത്തെ സർക്കാരിൻ്റെ ഭാഗത്ത് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടോ കഴിഞ്ഞ 15 ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്. കുറേ നാളിട്ട് ഞാൻ പോയി മന്ത്രിയെ കാണുന്നു, കേന്ദ്രമന്ത്രിയെ കാണുന്നു, അശ്വിനി വൈഷ്ണവെ കാണുന്നു. അതുകൊണ്ട് നടക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ. MP ഇങ്ങോട്ട് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. കോൺഗ്രസിൻ്റെ MP ആണ്. ത്രികോണമൊന്നുമല്ല ഇവിടെ രണ്ടുപേരും തമ്മിലുള്ള മത്സരമാണ്. ഞാനും മറ്റൊരു ഇതായിട്ടുള്ള മത്സരമാണ്. ഇത്തവണ ആയപ്പോഴത്തേക്ക് BJP വിന്നബിൾ ആണെന്ന് തോന്നിയപ്പോൾ ജനങ്ങൾ BJP വോട്ട് ചെയ്യും. എന്ന് BJP വിന്നബിൾ ആണെന്ന് ഏതെങ്കിലും മണ്ഡലത്തിൽ തോന്നുന്നുണ്ടോ അവിടെ BJPക്ക് ജനങ്ങൾ വോട്ട് ചെയ്യും. നമസ്കാരം. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിലേക്ക് മാറിയിരിക്കുന്നു. തിരുവല്ല എങ്ങനെയുണ്ട് ഇപ്പോൾ? തിരുവല്ല ഒരു മാറ്റം ആഗ്രഹിച്ച് ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു കുറേ വർഷങ്ങളായിട്ട്. അപ്പോൾ ആ ഒരു മാറ്റത്തിന് അനിവാര്യനായ ഒരു സ്ഥാനാർത്ഥി എന്ന രീതിയിൽ അവരെന്നെ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു മാറ്റം കൊണ്ടുവരാൻ NDA കൊണ്ട് സാധിക്കുമെന്ന് അവർക്കൊരു ബോധ്യമുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും തിരുവല്ല ഒരു മാറ്റത്തെ വരവേൽക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് ആണോ? ചെറിയ പോസിറ്റീവ് അല്ല, വലിയ പോസിറ്റീവ് എന്ന് തന്നെ പറയണം. കാരണം ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ഞാനൊരു ഉദാഹരണം പറയാം. ഞാനൊരു NRI കാണാൻ പോയി. ഇവിടെ അടുത്ത് മല്ലപ്പള്ളിയുള്ളതാണ്. അവർ 10-30 വർഷമായിട്ട് വിദേശത്തുള്ളവരായിരുന്നു. അവർ തിരിച്ച് നാട്ടിലേക്ക് മടങ്ങി വന്നിട്ട് നാട്ടിൽ ജീവിക്കാൻ വന്നവരാണ്. അപ്പോൾ അവരെന്നോട് പറഞ്ഞൊരു കാര്യം എൻ്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തു. ഞാൻ എല്ലായിടത്തും പറയുന്നതാണ്. അതായത് അവർ 30 വർഷം മുമ്പ് ഈ നാട് വിട്ട് പോകുമ്പോൾ അവരുടെ മനസ്സിലൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു, ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഈ നാട് ഇങ്ങനെ മാറിയിട്ടുണ്ടാകുന്നു. പക്ഷെ അവർ വളരെ വിഷമത്തോടു കൂടി പറഞ്ഞത് 30 വർഷം കഴിഞ്ഞിട്ട് ഈ നാട് ഇതേപടി തന്നെ കിടന്നല്ലോ. വളരെ വിഷമത്തോടെ അവരെന്നോട് പറഞ്ഞു. അപ്പോൾ അതിൽ തന്നെ എല്ലാം ഉണ്ട്. ഈ തിരുവല്ല അത് പ്രത്യേകിച്ച് ഇവിടെ ഒരു നിയമസഭാംഗം 20 വർഷമായിട്ട് നിയമസഭാംഗമാണ്. 20 വർഷം എന്ന് പറഞ്ഞാൽ ചെറിയ കാലയളവല്ല. ഒരു കുട്ടി വളർന്ന് ഒരു കല്യാണപ്രായത്തിനടുത്ത് എത്താനുള്ള പ്രായമാണ്. അത്രയും നാൾ ഈ നാട് കാത്തിരുന്നു. പക്ഷേ ആ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് എന്താണ് മാറ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും പറയാനൊരു ഉത്തരവുമില്ല. മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ ആദ്യമേ പറയും ബൈപ്പാസ് കൊണ്ടുവന്നില്ലേ. ആ ബൈപ്പാസിൽ വഴി ആ സിഗ്നൽ കുരുവി കിടക്കുന്ന ബൈപ്പാസ് ആണ് തിരുവല്ലയുടെ വികസന നേട്ടമെങ്കിൽ എനിക്ക് മറ്റൊന്നും പറയാനില്ല. ശരിക്കും എന്താ തിരുവല്ലയുടെ മാറ്റം? തിരുവല്ലയ്ക്ക് അനുവാനടി മുന്നോട്ട് വയ്ക്കുന്ന തിരുവല്ലയുടെ മാറ്റം ഒട്ടേറെ മാറ്റം. ഒന്നാമത്തെ കാര്യം, തിരുവല്ല എന്ന് പറയുന്ന ഒരു പ്രദേശം ഒരു വലിയ പാരമ്പര്യവും ഒരു വലിയ പൈതൃകവും ഒക്കെയുള്ള ഒരു സ്ഥലമാണ്. ഒട്ടേറെ വികസന സാധ്യതയുള്ള സ്ഥലമാണ്. ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും ഒരു തിരുവല്ലക്കാരനെ കാണാൻ കിട്ടും. തിരുവല്ലക്കാരന് വലിയ എക്സ്പോഷറുണ്ട്, വലിയ എക്സ്പീരിയൻസ് ഉണ്ട്, വലിയ പാരമ്പര്യമുണ്ട്. പക്ഷേ അതിനുതകുന്ന ഒരു ഇൻഫ്രാസ്ട്രക്ചർ തിരുവല്ലയ്ക്കില്ല. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ തിരുവല്ല ടൗണോ മല്ലപ്പള്ളി ടൗണിലോ ഒരു വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം പോലും ഇല്ല. ഈ രണ്ട് സ്ഥലങ്ങൾക്ക് ഒരു നല്ല ഫേസ് ലിഫ്റ്റിന് വേണ്ടിയിട്ട് എത്രയോ കാലമായി കാത്തിരിക്കുകയാണ്. ഇതുവരെ നടന്നിട്ടില്ല. തിരുവല്ല ഒരു ഉദാഹരണം പറയാം. MLAയുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്ന റോഡാണ് തിരുവല്ലയിൽ നിന്ന് മല്ലപ്പള്ളി വഴി ചേലക്കൊമ്പ് പോകുന്ന റോഡ്. അതായത് തിരുവല്ലയെ മല്ലപ്പള്ളിയിൽ കണക്ട് ചെയ്യാനും മല്ലപ്പള്ളിക്കാർക്ക് കോട്ടയം ജില്ലയായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട റോഡാണ്. ലാൻഡ് അക്വിസിഷൻ നടക്കുന്നില്ല എന്നുള്ളൊരു മുട്ടു ന്യായം പറഞ്ഞുകൊണ്ട് എത്രയോ വർഷമായിട്ട് കാത്തിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്ന റോഡല്ലേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തിരുവല്ലയുടെ ബേസിക് ഇൻഫ്രാസ്ട്രക്ചറാണ് ഒന്ന്. 2, ഏറ്റവും അധികം വിദേശത്തേക്ക് യുവാക്കൾ പോകുന്നൊരു നാട് കൂടിയാണ് തിരുവല്ല. അതിന് എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ അവർക്ക് ഇവിടെ ഓപ്പർച്യൂണിറ്റി ഇല്ല. തിരുവല്ലയിൽ ഒരു കൂട്ടം യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കുന്ന എന്തെങ്കിലും ഒരു സ്ഥാപനം ഇവിടുത്തെ സർക്കാരിൻ്റെ ഭാഗത്ത് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടോ കഴിഞ്ഞ 15 വർഷം ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്. ഒരു സ്ഥാപനത്തിൻ്റെ പേര് പറയാൻ സാധിക്കുമോ? ഇവിടെ സ്ഥലമില്ലാഞ്ഞിട്ടല്ല, കഴിവുള്ള ചെറുപ്പക്കാരില്ലാഞ്ഞിട്ടല്ല, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ലാഞ്ഞിട്ടല്ല. ഞങ്ങൾക്കിവിടെ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഒരു ഷുഗർ മില്ലിൻ്റെ ഫാക്ടറിയുടെ സ്ഥലം ഏക്കർ കണക്കിന് സ്ഥലം വെറുതെ കിടക്കുകയാണ്, ഉപയോഗിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഒരു മിനിമം 5000 ചെറുപ്പക്കാർക്കെങ്കിലും തൊഴിൽ കൊടുക്കാനുള്ള ഒരു 1-2 സ്ഥാപനങ്ങൾ എനിക്കിവിടെ കൊണ്ടുവരണം. അതാണ് എൻ്റെ രണ്ടാമത്തെ പ്രയോറിറ്റി. 3, ഏറ്റവും അധികം ഞാൻ ഈ പറഞ്ഞ ഹൈ പ്രൊഫൈൽ ആളുകളുണ്ടെങ്കിൽ പോലും ഏറ്റവും അധികം പാവപ്പെട്ടവരും ജീവിക്കുന്ന ഒരു സ്ഥലമാണ് തിരുവല്ല. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഇതുപോലുള്ള കോളനികൾ, മലകൾ, ഇവിടെയൊക്കെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. കുടിവെള്ളം. ആനിക്കാട് എന്ന് പറയുന്ന പ്രദേശത്ത് പോയി കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും, ഒരു വലിയ വാട്ടറിന് വേണ്ടി ഒരു പദ്ധതി, വലിയ വാട്ടർ ടാങ്കൊക്കെ ആയിട്ട് പണി കഴിപ്പിച്ചിട്ട് അതൊന്ന് ഇനാഗുറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വർഷങ്ങളായിട്ട് കാത്തു കിടക്കുകയാണ്. ഇപ്പോൾ കാട് പിടിച്ച് കിടക്കുകയാണ്. അതുപോലും ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് തിരുവല്ല കിടക്കുന്നത്. അതുകൊണ്ട് സാധാരണക്കാരനാവശ്യമായ വീട്, സാധാരണക്കാരനാവശ്യമായ കുടിവെള്ളം, ഇതൊക്കെ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 3ാമത്തെ പ്രയോറിറ്റിയാണ്. 4ാമത്തെ പ്രയോറിറ്റി, തിരുവല്ല ഒരു വലിയ ആത്മീയ സാംസ്കാരിക കേന്ദ്രമാണ് ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ നമുക്ക് അങ്ങറ്റം പോയ പരിമലപ്പള്ളിയുണ്ട്, ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ തൃക്കപാലീശ്വരൻ ക്ഷേത്രമുണ്ട്, ചക്കുളത്തുകാവുണ്ട്, കൂടാരപ്പള്ളിയുണ്ട്, പാലിയേക്കര പള്ളിയുണ്ട്, മർത്തോമ സഭയുടെ കേന്ദ്രമാണ്, മാരാമൺ കൺവെൻഷൻ നടക്കുന്ന സ്ഥലമാണ്, ദക്ഷിണ തിരുപ്പതി എന്ന് വിളിക്കുന്ന ശ്രീവല്ലഭ ക്ഷേത്രം ഇവിടെയുണ്ട്. പത്തനംതിട്ട, ശബരിമല സ്ഥിതി ചെയ്യുന്ന പത്തനംതിട്ടയുടെ ഏക റെയിൽവേ സ്റ്റേഷൻ നിലകൊള്ളുന്ന തിരുവല്ലയാണ്. 2 മെഡിക്കൽ കോളേജുണ്ട്.
ചുറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞാൽ വേറെ ഹോസ്പിറ്റലുകളുണ്ട്. ഇത്രയധികം ഒരു കേന്ദ്രമായി കിടന്നിട്ടും തിരുവല്ല എന്താ പറയുക ആ രീതിയിലൊരു ഒരു 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 കേന്ദ്രമായി വികസിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയും തിരുവല്ല ഒരു ആത്മീയ സാംസ്കാരിക സെൻ്ററായിട്ട് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. വിദേശത്തു നിന്നും പുറത്തുനിന്നും ഒക്കെ ആളുകൾ വരുന്ന രീതിയിലൊരു ആത്മീയ സാംസ്കാരിക ടൂറിസം സർക്യൂട്ട് തന്നെ. അതിനകത്ത് ആ രീതിയിലുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാവും, ആ രീതിയിലുള്ള ഒരു പ്രൊമോഷൻ ഉണ്ടാവും തിരുവല്ലയെക്കുറിച്ച്. തിരുവല്ലയുടെ ഒരു മൊത്തം ബ്രാൻഡിങ് തന്നെ ആ രീതിയിൽ മാറ്റിയെടുക്കാൻ ഒരു വലിയ ശ്രമമാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പത്തനംതിട്ടയുടെ ഏക റെയിൽവേ സ്റ്റേഷനായ തിരുവല്ല എത്രയോ കാലമായിട്ട് അവഗണിച്ച് കിടക്കായിരുന്നു. ഇപ്പോൾ കുറേ നാളായിട്ട് ഞാൻ പോയി മന്ത്രിയെ കാണുന്നു, കേന്ദ്രമന്ത്രിയെ കാണുന്നു, അശ്വിനി വൈഷ്ണവെ കാണുന്നു. അതുകൊണ്ട് നടക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ. MP ഇങ്ങോട്ട് ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. കോൺഗ്രസിൻ്റെ MP ആണ്. അതുകൊണ്ട് ആ റെയിൽവേ സ്റ്റേഷൻ അടക്കമുള്ള ഈ നിരണം മുതൽ അങ്ങ് ആനിക്കാട് വരെ കിടക്കുന്ന സാംസ്കാരിക ആത്മീയ കേന്ദ്രങ്ങളെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു വലിയ എന്താ പറയുന്നത് ഒരു ആത്മീയ സാംസ്കാരിക ടൂറിസം സർക്യൂട്ട്, അതും എൻ്റെ മനസ്സിലുള്ള ഒരു വലിയ പദ്ധതിയാണ്. അപ്പോൾ തിരുവല്ലയിൽ അട്ടിമറി നടക്കും എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നടക്കാൻ പോവുകയാണ്. ഇതിന് അട്ടിമറി എന്നൊന്നും പറഞ്ഞ് അതിനെ ഒരു വില കുറയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. തിരുവല്ല ആത്മാർത്ഥമായിട്ടൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 20 വർഷമായിട്ട് ഒരേ മുഖം തന്നെയാണ് അവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. 30 വർഷമായിട്ട് അവർ യാതൊരു മാറ്റവും കാണുന്നില്ല. അപ്പോൾ ഇങ്ങനെ കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ തിരുവല്ലയ്ക്ക് അട്ടിമറി എന്നല്ല പറയേണ്ടത്, തിരുവല്ലയ്ക്ക് ഒരു വലിയ വികസനം അതാണ് നമുക്ക് ഇവിടെ കൊണ്ടുവരേണ്ടത്. അപ്പോൾ ആ ഒരു വികസനം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഇത് NDA ആണ് എന്ന് എല്ലാവർക്കും അറിയാം. ഇനി നമ്മൾ തിരുവല്ലയിൽ നിന്ന് നമ്മൾ കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള സാഹചര്യത്തിലേക്ക് പോവുകയാണ്. എന്ത് ആണ് BJP മുന്നോട്ട് വെക്കുന്നത്? ഒരു നറേറ്റീവ് ഉണ്ടാവും. തീർച്ചയായിട്ടും LDF നറേറ്റീവ് ഉണ്ട്, UDF നറേറ്റീവ്. എന്താണ് ഇന്ത്യയുടെ നറേറ്റീവ്, BJP? ഞങ്ങളുടെ നറേറ്റീവ് മെയിനായിട്ട് 3 കാര്യങ്ങളാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ നറേറ്റീവാണ് വികസനം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഏറ്റവും അധികം തൊഴിലില്ലായ്മയുള്ള ഒരു സംസ്ഥാനം ഇന്ന് കേരളമാണ്. മറ്റ് പല സംസ്ഥാനങ്ങളിൽ നമ്മൾ കളിയാക്കുന്ന നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും അധികം തൊഴിലില്ലായ്മയുള്ള ഒരു സംസ്ഥാനം കേരളമാണ്. അതിൻ്റെ ഫണ്ടമെൻ്റൽ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വലിയ പ്രശ്നം കേരളത്തിൽ കിടപ്പുണ്ട്. നമ്മുടെ കടമെടുക്കുന്നതും നമ്മൾ ആശാവർക്കർമാർക്ക് പൈസ കൊടുക്കാത്തതും ഇതെല്ലാം ഇതുമായിട്ട് ലിങ്ക്ഡ് ആണ്. എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ എന്തുകൊണ്ട് പുതിയ തൊഴിൽ സൃഷ്ടിക്കാൻ സാധിക്കുന്നില്ല? തൊഴിൽ സൃഷ്ടിക്കണമെന്നുണ്ടെങ്കിൽ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, പുതിയ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, ഇൻഡസ്ട്രിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. ഇവിടുത്തെ കേരളത്തിലെ മൊത്തം ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റും പൈസ ഇല്ലാത്തതും ഹോസ്പിറ്റലിൽ പൈസ ഇല്ലാതെ കിടക്കുന്നതും നമ്മൾ ഇത്രയും കടം മേടിച്ച് മുമ്പോട്ട് പോകുന്നതുമൊക്കെ കേരളത്തിൻ്റെ റവന്യൂ ജനറേഷൻ നിന്ന് നിൽക്കുകയാണ്. നമ്മൾ കുറേ ലിക്കറും കുറേ ലോട്ടറിയുടെയൊക്കെ റവന്യൂവിലും കുറേ റെമിറ്റൻസിലൊക്കെ പിടിച്ചു നിൽക്കുകയാണ്. കേരളത്തിന് അതുകൊണ്ടൊരു വികസന റീസെറ്റ് വേണം. ആ ഒരു റീസെറ്റ് വന്നിട്ട് കേരളത്തിലൊരു പുതിയ ഫൈനാൻഷ്യൽ മോഡൽ കേരളത്തിന് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ വികസനമാണ് ഞങ്ങൾ ഏറ്റവും മുമ്പോട്ട് വെക്കുന്നത്. അങ്ങനെ ഒരു വികസന മോഡൽ ഉണ്ടായാൽ ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങൾ വെച്ച് നോക്കുമ്പോൾ തമിഴ്നാട് കയറി വന്നത് ഇൻഡസ്ട്രിയലൈസേഷൻ ചെയ്തുകൊണ്ടാണ്. ഞാൻ ഇവിടെ അത് ചെയ്യണമെന്നല്ല പറയുന്നത്, പക്ഷേ കേരളത്തിന് അതിൻ്റേതായ ഒരു മോഡൽ ഉണ്ടാവണം. ആ മോഡലിൽ കൂടെ പുതിയ റവന്യൂ ജനറേറ്റ് ചെയ്യണം. പുതിയ റവന്യൂ ജനറേറ്റ് ചെയ്യും, പുതിയ എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്താൽ മാത്രമേ ഈ നമ്മുടെ യുവാക്കൾ പുറത്തോട്ട് പോകുള്ളൂ. ഞാൻ ഒരു ഉദാഹരണമാണ് പറഞ്ഞത്. അതുകൊണ്ട് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വികസനം തന്നെയാണ്. 2, കേരളം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം വിശ്വാസത്തിൻ്റെ നേരിടുന്ന അതിക്രമങ്ങളാണ്. അതുകൊണ്ടൊരു വിശ്വാസ സംരക്ഷണം, അത് ശബരിമലയുടെ ഏറ്റവും ഒടുവിലുള്ള ഇതൊക്കെ നമ്മൾക്കറിയാം. ശബരിമലയെ തകർക്കാൻ ശ്രമിച്ചു, ശബരിമല ക്ഷേത്രം കൊള്ളയടിച്ചു. അതുകൊണ്ട് തന്നെയും വിശ്വാസ സംരക്ഷണമാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രണ്ടാമത്തെ മുഖ്യമായ പോയിന്റ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ്, കേരളം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മതമൗലികവാദികൾ കേരളത്തെ ഒരു പ്രത്യേക രാഷ്ട്രീയത്തിലേക്ക് പ്രത്യേക സാഹചര്യത്തിൽ തിരിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ജമാഅത്ത് ഇസ്ലാമി പറയുന്നിടത്ത് പോയി നിൽക്കേണ്ട അവസ്ഥയാണ് കോൺഗ്രസ്സിന്. കോൺഗ്രസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ മുസ്ലിം ലീഗിൻ്റെ ഭരണമാണെന്ന് ഞങ്ങളല്ല പറയുന്നത്, UDFിലുള്ളവർ തന്നെ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗും ജമാഅത്ത് ഇസ്ലാമിയും തീരുമാനിക്കുന്ന ഒരു രാഷ്ട്രീയത്തിലേക്ക് കേരളം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്താണ് തെറ്റെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ ദേശ സുരക്ഷയ്ക്ക് തന്നെ പ്രശ്നമാണ്. ജമാഅത്ത് ഇസ്ലാമി മുമ്പോട്ട് വെക്കുന്ന രാഷ്ട്രീയം എന്താണെന്ന് എല്ലാവർക്കും അവരുടെ ലിറ്ററേച്ചറിൽ തന്നെ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. അവർ പറയുന്നത് ഞങ്ങൾ നിൽക്കുന്നത് ഒരു ഇസ്ലാമിക് സ്റ്റേറ്റിന് വേണ്ടിയിട്ട് തന്നെയാണ്. ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ അവർ അംഗീകരിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു ജമാഅത്ത് ഇസ്ലാമിയെ വെളുപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് അവരിപ്പം സെക്യുലർ ആയിപ്പോയി, സെക്യുലർ ആവുന്നു, സെക്യുലർ ആകും. ഇങ്ങനെയുള്ളൊരു രാഷ്ട്രീയം എന്നും ഇവിടുത്തെ കേരളത്തിന് മുമ്പോട്ടുള്ള ഒരു വികസന പോക്കിന് എന്നും ഒരു പ്രശ്നമായി നിൽക്കും. കുറേ നാളായിട്ട് കേരളത്തിൻ്റെ BJP അങ്ങനെ ഒരു സെക്യുലറിസം പോലും മുന്നോട്ട് വയ്ക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും BJP സെക്യുലറിസം മുമ്പോട്ട് വെക്കുന്നതുകൊണ്ടാണ് ഞാൻ BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ട് ഇവിടുത്തെ സ്ഥാനാർത്ഥിയെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അതുപോലെ എന്നെ പോലുള്ള നിരവധി നേതാക്കൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. BJP മുമ്പോട്ട് വെക്കുന്ന സബ്കാ സാത്ത് സബ്കാ വികാസ് ഇല്ലായിരുന്നെങ്കിൽ ജോർജ് കുര്യനെ പോലുള്ളവർ ഇന്ന് കേന്ദ്രമന്ത്രിസഭയിൽ ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ട് BJP മുമ്പോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തെക്കുറിച്ച് BJP കൃത്യമായ ബോധ്യമുണ്ട്. രണ്ടിനും തമ്മിൽ താരതമ്യം ചെയ്യരുത്. ഒരാൾ BJPയോ BJPയോട് അനുബന്ധമായി നിൽക്കുന്ന ഒരു സംഘടനയോ ഒരു വ്യക്തിയും പറഞ്ഞിട്ടില്ല രാഷ്ട്രം കഴിഞ്ഞിട്ടേ എല്ലാം ഉള്ളൂ, ഇന്ത്യ കഴിഞ്ഞിട്ടേ എല്ലാം ഉള്ളൂ.
അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ കഴിഞ്ഞിട്ട് എല്ലാം ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരു ഐഡിയോളജി, ഒരു നാഷണലിസ്റ്റ് ഐഡിയോളജിക്കാരാണ് ഞങ്ങൾ. മറിച്ച് അപ്പുറത്ത് നിൽക്കുന്നത് ഇന്ത്യ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് അല്ല, ഇസ്ലാമിക് വേൾഡ് എന്നുള്ളൊരു കൺസെപ്റ്റിൽ നിൽക്കുന്ന ഒരു ലോകമാണ് അവരുടേത്. അതിനൊപ്പം നിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ പാകിസ്ഥാനോടൊപ്പം നിൽക്കണോ ഇന്ത്യയോടൊപ്പം നിൽക്കണോ ചോദിച്ചാൽ അവരെ സംബന്ധിച്ച് ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. പക്ഷേ ചോദിക്കട്ടെ, ഇപ്പോൾ അങ്ങനത്തെ ഒരു ഇത് പറയുന്ന സമയത്ത് ഇവിടെ കേരളം എന്ന് പറയുന്നത് ന്യൂനപക്ഷങ്ങൾക്കും കൂടെ ഉള്ള സ്ഥലമാണ്, വേറെ തരത്തിൽ നമുക്കൊരു മതസൗഹാർദ്ദം കീപ്പ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അവിടെ വന്നിട്ട് നമ്മൾ ഒരു വിഭാഗത്തെ മാത്രം അങ്ങനെ പറയുന്ന സമയത്ത് ഞാൻ ഒരു വിഭാഗത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ഞാൻ കൃത്യമായി ജമാഅത്ത് ഇസ്ലാമിയുടെ പേരെടുത്താണ് പറഞ്ഞത്. ഒരു വിഭാഗത്തെക്കുറിച്ച് ആ വിഭാഗത്തിൽപ്പെട്ട ഒത്തിരി സുഹൃത്തുക്കൾ എനിക്കുണ്ട്. ഏറ്റവും ആ വിഭാഗത്തിൻ്റെ എന്താ പറയുക, അവരുടെ വിശ്വാസങ്ങളെയൊക്കെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അത് പഠിച്ചിട്ടുള്ള വ്യക്തിയാണ് ഞാൻ അവരുടെ വിശ്വാസങ്ങളെയോ ആ സമുദായത്തെക്കുറിച്ചോ ഒന്നുമല്ല പറഞ്ഞത്. ഞാൻ പേരെടുത്താണ് പറഞ്ഞത് ജമാഅത്ത് ഇസ്ലാമി, ജമാഅത്ത് ഇസ്ലാമി, ജമാഅത്ത് ഇസ്ലാമി. ജമാഅത്ത് ഇസ്ലാമിയെ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കേണ്ട അവസ്ഥ എന്തുകൊണ്ട് കേരളത്തിൽ വരുന്നു എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ജമാഅത്ത് ഇസ്ലാമി അല്ലാതെ വേറെ മുസ്ലിം സംഘടനകളുണ്ട്. ആ സംഘടനകളൊന്നും പറഞ്ഞിട്ടില്ല ഞങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനെ മാനിക്കത്തില്ല, ഞങ്ങൾക്ക് ഇസ്ലാമിക് സ്റ്റേറ്റ് മാത്രം മതി, ഞങ്ങൾക്ക് ശരിയത്ത് ലോ മാത്രം മതി. വേറെ പല സംഘടനകളുണ്ട്, അവരാരും പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമി അങ്ങനെ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയെ മാത്രം കൂട്ടുപിടിക്കുന്നത് എൻ്റെ ചോദ്യം. അവർക്ക് മറ്റ് സംഘടനകൾ കൂട്ടുപിടിച്ചുകൂടെ? എത്രയോ സെക്യുലറായിട്ട് നിൽക്കുന്ന, എത്രയോ ആളുകളെല്ലാം ചേർത്ത് പിടിക്കുന്ന ഇസ്ലാമിക് ഓർഗനൈസേഷൻസ് ഉണ്ട്. അവരെയൊന്നും ചേർത്ത് പിടിക്കാതെ ജമാഅത്ത് ഇസ്ലാമിയുടെ പറയുന്നത് എന്തുകൊണ്ട് പോകുന്നു എന്നുള്ളതാണ് ചോദ്യം. ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന ഓർഗനൈസേഷനെ ഒറ്റപ്പെടുത്തേണ്ട ഓർഗനൈസേഷനാണ്. അതാ അവരുടെ കൂട്ടത്തിലുള്ളവർ പോലും തള്ളി പറയുന്ന ഓർഗനൈസേഷനാണ്. കാരണം എന്തുകൊണ്ടാണ് വെൽഫെയർ പാർട്ടി എന്ന് പറയുന്നത് ഒരു വേറെ പാർട്ടി തന്നെ നിൽക്കുന്നത്? കാരണം അവരുടെ ഐഡിയോളജി മുമ്പോട്ട് കൊണ്ടുപോകാൻ മറ്റൊരു പ്രസ്ഥാനത്തിന് അവർക്ക് വേണം തോന്നിയതുകൊണ്ടല്ലേ. അവർക്ക് മറ്റ് മുസ്ലിം ഓർഗനൈസേഷൻസിൻ്റെ കൂടെ കൂടാമായിരുന്നു, മറ്റ് മുസ്ലിം പാർട്ടിയുടെ കൂടെ കൂടാമായിരുന്നു. ഇപ്പം എന്തിന് ഒവൈസി പോലും പറയുന്നത് ഭാരതം കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റെന്തും എന്ന് ഒവൈസി പോലും പറയുന്നു. അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ ജമാഅത്ത് ഇസ്ലാമി ഇവിടെ എമീർ പറയുന്നു ഞങ്ങൾക്ക് ശരീഅത്തും കഴിഞ്ഞിട്ട് ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് കഴിഞ്ഞിട്ടേ ഭാരതമുള്ളൂ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളൂ. അപ്പോൾ അവരെ വെളുപ്പിക്കാൻ കോൺഗ്രസ് പോകുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ഞാൻ സമുദായത്തെ അല്ല, ഒരു സമൂഹത്തെ അല്ല പറഞ്ഞത്. ഞാൻ പറയുന്നത് ഈ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയും അവലും മലരും കുന്തിരിക്കവും അല്ലെങ്കിൽ മതമാണ് മതമാണ് മതമാണെന്ന് പറയുന്ന ആളുകളെയും ഇവരെ ഒറ്റപ്പെടുത്തുകയും ഇവരോടൊപ്പം നിൽക്കുന്ന കോൺഗ്രസിനെ ഒറ്റപ്പെടുത്താനാണ് ഞാൻ പറയുന്നത്. ഈ കേരളത്തിൻ്റെ മൊത്തം പിക്ചർ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇത്തവണ എത്ര സീറ്റാണ് ബി ജെ പി പ്രതീക്ഷിക്കുന്നത്? ബി ജെ പിക്ക് ഒരു വലിയ വിജയമായിരിക്കും ഇത്തവണ. കാരണം ഞാൻ നേരത്തെ ഞങ്ങളുടെ പ്രസിഡന്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ കണക്കുകളൊന്നും പറഞ്ഞ് ജനങ്ങളുടെ മുമ്പിൽ എന്താ പറയുക അവകാശവാദം ഉന്നയിക്കാനൊന്നും പോകുന്നില്ല. റിസൾട്ട് വരുമ്പോൾ കൃത്യമായിട്ട് ബി ജെ പി എന്ത് നേടി എന്നുള്ള അറിയാൻ പറ്റും. ബി ജെ പി തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ സമയത്തും കണക്കൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. കൃത്യമായിട്ട് റിസൾട്ട് വന്നപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. എന്ന് പറയുന്നത് പോലെ ഇത്തവണ ഒരു വലിയ വിജയം, അതും പ്രതീക്ഷിക്കാത്ത സ്ഥലത്തു നിന്നൊക്കെ ആയിരിക്കും ഇത്തവണ ബി ജെ പിക്ക് വിജയം നേടാൻ പോകുന്നത്. അതുകൊണ്ട് വരാൻ പോകുന്ന നാളുകൾ ഇനി ബി ജെ പിയുടേതാണ്, എനിക്ക് യാതൊരു സംശയവുമില്ല. കേരളം എന്താ പറയുന്നത്, സാമ്പത്തിക വിദഗ്ധന്മാരൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിക്ക് ഒരു DNA ഉണ്ട്, ഇടതുപക്ഷത്തിന് അവരുടെ ഒരു DNA ഉണ്ട്. ഇടതുപക്ഷത്തിൻ്റെ DNA എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡസ്ട്രിക്ക് വിരുദ്ധമായിട്ടുള്ള, ഒരു ഇൻഡസ്ട്രി വരുമ്പോൾ ഉടനെ കൊടി കുത്തുന്ന ഒരു DNA അവർക്കുണ്ട്. ബി ജെ പി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു പ്രോ ഡെവലപ്മെൻറ്റ്, പ്രോ ഗ്രോത്ത്, ആ ബി ജെ പിയുടെ DNA ആണ്. അപ്പോൾ ബി ജെ പി അധികാരത്തിൽ വന്നാൽ മാത്രമേ ഈ ഒരു പ്രോ ഗ്രോത്ത്, പ്രോ ഡെവലപ്മെൻറ്റ് ആയിട്ടുള്ള ഒരു പ്രവർത്തനം കേരളത്തിൽ ഉണ്ടാവുകയുള്ളൂ. ബി ജെ പി സർക്കാർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, കേരളത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ പോലും, രണ്ടുപേരുടെ പേര് പറയാം. ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി അസംബ്ലിയിൽ നിന്നുകൊണ്ട് പറഞ്ഞു ഇവിടെ എന്തെങ്കിലും ഹൈവേയുടെ പണി നടക്കുന്നുണ്ടെങ്കിൽ, റോഡിൻ്റെ പണി നടക്കുന്നുണ്ടെങ്കിൽ അത് നിതിൻ ഗഡ്കരി നരേന്ദ്രമോദി നടത്തുന്ന പരിപാടി മാത്രമേ ഉള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മുടെ NK പ്രേമേന്ദ്രൻ പറഞ്ഞു ഇന്ത്യ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഐതിഹാസികമായ ഒരു ട്രാൻസ്ഫോർമേഷൻ റെയിൽവേയിൽ കൊണ്ടുവന്നത് നരേന്ദ്രമോദി എന്ന് അവർ രണ്ടുപേരാണ് പറഞ്ഞു, UDF നേതാക്കന്മാർ. എന്ന് പറഞ്ഞാൽ ഒരു വികസനവും ഗ്രോത്തും ഡെവലപ്മെൻറ്റും ഒക്കെ ബി ജെ പിയുടെ ഒപ്പേ പോവുള്ളൂ, മറ്റ് ഇടതുപക്ഷത്തിനോടൊപ്പം പോവില്ല. കോൺഗ്രസിനെ കൊണ്ട് ഇതൊട്ടും പറ്റത്തുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയും ഇത്തവണ ജനങ്ങൾ ഉറ്റുനോക്കുന്നത് ഇനി മതിയായി. ഈ ഒരു പഴഞ്ചൻ രാഷ്ട്രീയ രീതിയും ഇങ്ങനെയുള്ള കുറേ രാഷ്ട്രീയ തത്വചിന്തകളും ഒക്കെ പറയുന്ന കാലഘട്ടം മതിയായി. ചെറുപ്പക്കാർക്ക് വേണ്ട റിസൾട്ടാണ്. അവർ വോട്ട് കുത്തുന്നുണ്ട്, അവർക്ക് നല്ല ഇൻഫ്രാസ്ട്രക്ചർ കിട്ടുന്നുണ്ടോ? വോട്ട് കുത്തുന്നുണ്ട്, അവർക്ക് ജോബ് കിട്ടുന്നുണ്ടോ? വോട്ട് കുത്തുന്നുണ്ട്, വീടില്ലാത്ത ആൾക്ക് വീട് കിട്ടുന്നുണ്ടോ? ഇതൊക്കെ ഇനിയിപ്പോൾ നാളിൽ കേരളത്തിൽ അത് അത്രത്തോളം വർക്കാവുമോ ഈ വികസനം മാത്രം പറഞ്ഞുകൊണ്ടുള്ള? ഞാൻ അതാ പറയുന്നത്, ഇവിടെ പലതരത്തിലുള്ള ഫാക്ടേഴ്സ് നിൽക്കുന്നുണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ. അതായത് സാമുദായിക ഘടനകൾ വരും, ബാക്കിയുള്ള പലതരം ഫാക്ടറുകൾ വരും. ആ ഫാക്ടറുകളിൽ എങ്ങനെയാണ് വികസനം എന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രം വോട്ട്? വികസനത്തിന് മതമില്ല, വികസനത്തിന് ജാതിയില്ല, എല്ലാവർക്കും വീട് വേണം, എല്ലാവർക്കും കുടിവെള്ളം വേണം, എല്ലാവർക്കും വിദ്യാഭ്യാസം വേണം, എല്ലാവർക്കും തൊഴിൽ വേണം. അന്നേരം ഞാൻ ഇന്ന സമുദായക്കാരനാണ്, അതുകൊണ്ട് ബി ജെ പി തരുന്ന തൊഴിൽ എനിക്ക് വേണ്ട എന്നാരും പറയുമോ? ഇപ്പോൾ നരേന്ദ്രമോദി കൊടുക്കുന്ന പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി എത്രയോ ലക്ഷം ആളുകളുടെ അക്കൗണ്ടിലേക്ക് 2000 രൂപ വെച്ച് പോവുകയാണ്. ഏതെങ്കിലും സമുദായപ്പെട്ട ആളോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയത്തിൽപ്പെട്ട ആളോ പറയുന്നുണ്ടോ എനിക്ക് നരേന്ദ്രമോദി തരുന്നതാണ് അതുകൊണ്ട് ഇന്നു മുതൽ വേണ്ട? എന്തിനാണ് അവർ അപ്ലൈ ചെയ്യുന്നത് തന്നെ? കാരണം വികസനത്തിൻ്റെ കാര്യത്തിൽ ജാതിയോ മതമോ ഒന്നുമില്ല. വികസനം എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്, സമഗ്രമാണ്. ചോദിച്ചത് അതല്ല, കേരളത്തിൽ അത് പറഞ്ഞുള്ള ഞാൻ അതിലേക്കാണ് വരുന്നത്. അത് പറഞ്ഞിരുന്നത് കേരളത്തിൽ
ആളുകളെ ഒരു പ്രത്യേക രാഷ്ട്രീയം പറഞ്ഞ് ചങ്ങലക്കിട്ടിരിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ ചങ്ങല പൊട്ടിച്ച് കേരളത്തിലെ ജനങ്ങൾ പുറത്തിറങ്ങും. എത്ര നാൾ നിങ്ങൾ ഈ പറഞ്ഞുള്ള വിഭാഗീയ ചിന്തകളും ഇങ്ങനെയുള്ള ഒരു വലിയ വലിയ തത്വചിന്തകളും ഒക്കെ പറഞ്ഞ് കേരളത്തിലെ ജനങ്ങളെ കെട്ടിടാൻ ശ്രമിക്കും? പണ്ടത്തെ പോലല്ല. ആ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതായത് ഒരു നാടകം കാണിച്ചു ഒരു ആളുകളെ വശീകരിക്കാൻ പറ്റുന്നൊരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു 60കളിലും 70കളിലും ഒക്കെ. ആ കാലമൊക്കെ കഴിഞ്ഞു. ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ്. ചെറുപ്പക്കാരൊക്കെ അവെയറാണ്. അവരുടെ മുമ്പിൽ റീൽസിൽ കാര്യമെത്തും. അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരിപ്പോൾ ഒന്ന് ഗൂഗിൾ ചെയ്താൽ അറിയാൻ പറ്റും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇതുപോലെ ഒരു തൊഴിലുറപ്പിലെ ചേച്ചിമാരോടൊപ്പം ഇരിക്കുകയായിരുന്നു. അവരിൽ ഒരാൾ പറഞ്ഞത്, ഞാനിങ്ങനെ നരേന്ദ്രമോദി സർക്കാർ നടത്തുന്ന വികസനങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു, ഇവിടെ നാഷണൽ ഹൈവേ എല്ലാം പണിയുന്നത് കിഫ്ബി അല്ലേ? ഞാൻ ചോദിച്ചു, ആരാ പറഞ്ഞത്? ഞങ്ങളുടെ ഇവിടുത്തെ പാർട്ടിയുടെ നേതാവ് വന്നിട്ട് പറഞ്ഞു കിഫ്ബിയാണ് നാഷണൽ ഹൈവേ പണിയുന്നത്. ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ഒന്ന് മൊബൈൽ ഫോണില്ലേ, സ്മാർട്ട് ഫോൺ ഇന്ന് എല്ലാവരുടെയും കയ്യിലുള്ളത്, ചേച്ചിക്ക് അടിക്കാൻ പറ്റത്തില്ല, ഞാൻ ടൈപ്പ് ചെയ്ത് തരാം. എന്നിട്ട് കിഫ്ബിയുടെ എന്താണ് റോളെന്ന്, എത്ര രൂപയാണ് സംസ്ഥാന സർക്കാർ മുടക്കിയെന്നും എത്രയാണ് കേന്ദ്ര സർക്കാർ മുടക്കിയെന്നും ഒന്ന് ടൈപ്പ് ചെയ്യാൻ നോക്കി. ഇപ്പോൾ ചേച്ചി ടൈപ്പ് ചെയ്ത് നോക്കിയപ്പോൾ 75,000 കോടി രൂപ കേന്ദ്ര സർക്കാരും 5,000 കോടി രൂപ സംസ്ഥാന സർക്കാരും, അത് കിഫ്ബി വഴി 5,000 കോടി രൂപ വന്നു. അപ്പോൾ ഞാൻ ചേച്ചിയോട് ചോദിച്ചു, 5,000 രൂപ മുടക്കുന്ന ആളാണോ 75,000 കോടി മുടക്കുന്ന ആളാണോ പണി ചെയ്യുന്നത്? ഇപ്പോൾ ചേച്ചിക്ക് മനസ്സിലായില്ലേ? ഇത് പണ്ടത്തെ കാലമല്ല. ഇന്ന് ജനങ്ങളെ നുണകളുടെ രാഷ്ട്രീയം പറഞ്ഞ് പറ്റിക്കാൻ പറ്റത്തില്ല. കാരണം അത് ഫാക്ട് ചെക്ക് ചെയ്യാൻ ആളുകൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഒരു ഫാക്ട് പറയുന്നു, ഇത് കിഫ്ബിയാണ് ചെയ്യുന്നതെന്ന് പറയുന്നു, ഉടനെ ഫാക്ട് ചെക്ക് ചെയ്യാൻ ഇവിടെ സോഷ്യൽ മീഡിയയിൽ പിള്ളേർ തയ്യാറായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് പണ്ടത്തെ കൂട്ട് ഒരു ഐഡിയോളജിക്കകത്ത് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സാമുദായിക വിഷയങ്ങളിലൊക്കെ ആ ചങ്ങലയിലിട്ട് ഇത്തവണ നടക്കില്ല. അത് എല്ലാ കമ്മ്യൂണിറ്റിയും അതിൽ പുറത്തു വന്ന് ഒരു വികസനം വേണമെന്നുള്ള ഒറ്റ ചിന്തയിൽ പോകാൻ പോകുന്ന തെരഞ്ഞെടുപ്പായിരുന്നു. രണ്ടാമത്തെ കാര്യം പറഞ്ഞത് വിശ്വാസ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ ബേസിക്കലി നമ്മൾ യുവതി പ്രവേശനം തൊട്ട് ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ ആ വിഷയത്തിൽ BJPക്ക് വേണ്ടത്ര തിരഞ്ഞെടുപ്പിൽ സ്കോർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒന്നാമത്തെ കാര്യം. ഇതൊരു തെരഞ്ഞെടുപ്പ് വിഷയമായിട്ട് BJP ഒരിക്കലും കണ്ടിട്ടില്ല. BJPയെ സംബന്ധിച്ച്, BJPയുടെ പ്രവർത്തകരെ സംബന്ധിച്ച്, BJPയുടെ നേതാക്കന്മാരെ സംബന്ധിച്ച്, BJPയുടെ സപ്പോർട്ടേഴ്സിനെ സംബന്ധിച്ച് ഈ വിഷയം എന്ന് പറയുന്നത് ഒരു പേഴ്സണൽ വിഷയമാണ്, ഒരു ഇമോഷണൽ വിഷയമാണ്. ഞങ്ങളാരും ഇതിനെ ഒരു രാഷ്ട്രീയ വിഷയമായിട്ട് കണ്ടിട്ടില്ല. ഇപ്പം രാജീവ് ചന്ദ്രശേഖർ മഴയിൽ നനഞ്ഞ് തിരുവനന്തപുരത്തിൻ്റെ സെക്രട്ടറിയുടെ മുമ്പിലിരുന്ന് സമരം ചെയ്തതൊന്നും കണ്ടിട്ടല്ല. ഇവിടുത്തെ നമുക്ക് 2019 18 സാഹചര്യം നമുക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. അന്ന് BJP മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതിനു വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യാൻ. അത് ശരിയാണ്, മണ്ണും ചാരിയുന്നതും പെണ്ണും കൊണ്ട് പോയി എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ്. അതിൻ്റെ ബെനിഫിറ്റ് UDF കൊണ്ടുപോയി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ബെനിഫിറ്റ് കിട്ടിയാലും രാഷ്ട്രീയപരം ബെനിഫിറ്റ് കിട്ടിയില്ലെങ്കിലും ഈ യുവതി പ്രവേശന വിഷയമായിക്കൊള്ളട്ടെ, ശബരിമല കൊള്ളയായിക്കൊള്ളട്ടെ, ഇതിൽ സമരം ചെയ്യാനും ഫൈറ്റ് ചെയ്യാനും BJP മാത്രമേ ഉള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം ജനങ്ങൾക്കറിയാം. പക്ഷെ നമ്മൾ ഈ പന്തളത്തിൻ്റെ നഗരസഭ തെരഞ്ഞെടുപ്പൊക്കെ നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ നമ്മൾ, അതായത് പന്തളം പോലത്തെ ഒരു സ്ഥലമായിരുന്നല്ലോ BJP പ്രതീക്ഷിക്കുന്ന സ്ഥലങ്ങളിൽ ഹോട്ട്സ്പോട്ടുകളിലൊന്നാവുക, പക്ഷെ അതുപോലും നെഗറ്റീവായിട്ടുള്ള റിസൾട്ടാണല്ലോ. അങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ ലഭിച്ചില്ലേ? അപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ലഭിച്ചത് അതുകൊണ്ട് ശബരിമല അവിടെ വർക്കൗട്ടായി, പന്തളത്ത് വർക്കൗട്ടായില്ല. ഇങ്ങനൊരു ലോജിക്ക് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഇത് തീർച്ചയായിട്ടും ഉണ്ട്. തിരുവനന്തപുരം ഭയങ്കര ഒരു റിലീജിയസ് ആയിട്ടുള്ള ഭയങ്കര ആത്മീയതയുള്ള ഒരു സ്ഥലമാണ് തിരുവനന്തപുരം. അവിടെ തിരുവനന്തപുരത്തുള്ളവർക്ക് ശാസ്താവ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ വിശ്വാസമാണ്. അപ്പോൾ തിരുവനന്തപുരംകാർക്ക് അതുകൊണ്ട് വോട്ട് ചെയ്യാൻ പറ്റി. പന്തളത്ത് അതിൻ്റേതായിട്ടുള്ള അവിടുത്തെ ഇൻറ്റേർണൽ പ്രശ്നങ്ങളും അവിടുത്തെ ഞങ്ങളുടെ അവിടെയുള്ള ലോക്കലായിട്ടുള്ള ഇഷ്യൂസും അവിടുത്തെ രാഷ്ട്രീയവും കാരണമാണ് പന്തളം കൈവിട്ടു പോയത്. അല്ലാതെ പന്തളം കൈവിട്ടു പോയത് ശബരിമല വിഷയം കാരണമൊന്നുമല്ല. ആ പറഞ്ഞതിനകത്ത് ഒരു ലോജിക്കുമില്ല. അങ്ങനെയാണ് ഞങ്ങൾക്ക് തൃപ്പൂണിത്തുറ കിട്ടിയപ്പം ശബരിമല കാരണമാണ് കിട്ടിയത് ഞങ്ങൾക്ക് പറയാൻ പറ്റുമോ? അങ്ങനെ ഒരു ലോജിക്ക് വെച്ച് നോക്കിയാൽ തൃപ്പൂണിത്തുറ ഈ പറഞ്ഞൊരു ക്ഷേത്ര നഗരിയാണ്. ശബരിമല വിഷയം കൊണ്ടാണ് തൃപ്പൂണിത്തുറ കിട്ടിയത് ഞങ്ങൾക്ക് അവകാശം അത് ഉന്നയിച്ച് അത് ഇല്ലോജിക്കലാണ്. അതിലർത്ഥമൊന്നുമില്ല. പന്തളം അതൊരു മറ്റൊരു കേസ് സ്റ്റഡിയാണ്. ഞങ്ങൾ കാലങ്ങളായിട്ട് പാലക്കാട് നിലനിർത്തുന്നുണ്ടല്ലോ, അവിടെ ശബരിമല ബാധിച്ചില്ലേ? അപ്പോൾ അതുകൊണ്ട് ശബരിമലയും ഞാൻ നേരത്തെ അതുകൊണ്ടാണ് പറഞ്ഞത്, രാഷ്ട്രീയവുമായിട്ടും ഇലക്ഷൻ തെരഞ്ഞെടുപ്പുമായിട്ടും ഇലക്ഷൻ വിക്ടറി ആയിട്ട് ഇതിനെ കൂട്ടിക്കെട്ടരുത്. പക്ഷേ വിഷയം ഞങ്ങൾ ഉന്നയിക്കും. കാരണം ഇത് ഇലക്ഷൻ സമയത്ത്, കാരണം ഇല്ലെങ്കിൽ ഇവിടെ സാധാരണ ഒരു ഞാൻ കുറ്റപ്പെടുത്താൻ തോന്നരുത്, മാധ്യമങ്ങൾ പോലും ഈ ഒരു ശബരിമലയ്ക്ക് വേണ്ട രീതിയിലുള്ള ആ ഒരു പ്രാധാന്യം കൊടുത്തോ എന്നുള്ളൊരു ചെറിയൊരു സംശയം ഞങ്ങൾക്കുണ്ട്. അങ്ങനല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ഇതിനകത്ത് ഇപ്പോൾ ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. ഈ ഒരു ശബരിമലയുടെ അന്വേഷണം SIT ആണല്ലോ നടപ്പിലാക്കിയത്. SIT ഞങ്ങൾ ആദ്യം മുതലേ പറയുന്നുണ്ട്, SITയെ കൊണ്ട് കൂടിയാൽ കൂടത്തില്ല, SIT ഇത് പൊളിഞ്ഞു പോകും ഞങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അന്ന് മാധ്യമങ്ങൾ ആരും ഇതിനെ ആ രീതിയിൽ വേണ്ട രീതിയിൽ ചർച്ച ചെയ്തില്ല. ഞങ്ങൾ പറയുന്നുണ്ടായിരുന്നു ഒരു കേന്ദ്ര ഏജൻസിക്ക് മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കാരണം ഇതിൻ്റെ വളരെ വലിയ വ്യാപ്തിയുള്ളൊരു കേസാണ്, കേരളത്തിന് പുറത്ത് അന്വേഷിക്കേണ്ട കേസാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ കേരളത്തിലെ SITയെ കൊണ്ട് ഇത് പറ്റത്തില്ല. അത് മാത്രമല്ല, പിണറായി വിജയൻ സർക്കാരിൻ്റെ കയ്യിലിരിക്കുന്ന ഒരു പോലീസ് ഫോഴ്സ്, ആ പോലീസ് ഫോഴ്സിൻ്റെ SIT എത്രത്തോളം ഹൈക്കോടതി വിചാരിച്ചാലും നടക്കില്ല എന്നുള്ള യാഥാർത്ഥ്യം ഞങ്ങൾ പറഞ്ഞു. പക്ഷേ ആ ഒരു രീതിയിലുള്ള മാധ്യമങ്ങൾ ആ ഒരു നറേറ്റീവ് ബിൽഡ് ചെയ്യാൻ ശ്രമിച്ചില്ല അന്ന്. ആ ഒരു നറേറ്റീവ് ബിൽഡ് ചെയ്യാത്തതുകൊണ്ട് എന്ത് പറ്റി? എല്ലാവരും ബെയിൽ മേടിച്ച് വീട്ടിൽ പോയി.
ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കാലഘട്ടം തീർച്ചയായിട്ടും മാധ്യമങ്ങൾ വലിയ രീതിയിൽ ചർച്ച വരും. അതുകൊണ്ട് തന്നെയും വിശ്വാസ സംരക്ഷണം തെരഞ്ഞെടുപ്പിൽ ഒരു അജണ്ടയായി ഞങ്ങൾ അതുകൊണ്ടാണ് മുമ്പോട്ട് വെക്കുന്നത്. ഞങ്ങൾക്കൊരു അവസരമാണ് ജനങ്ങളോട് പറയാൻ, വിശ്വാസ സംരക്ഷണത്തെക്കുറിച്ച് ജനങ്ങൾ ബോധവാന്മാരായിരിക്കണം, അതിനുവേണ്ടി ജനങ്ങൾ ഒപ്പം നിൽക്കണം, ഫൈറ്റ് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് പറയുന്നത് അതുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ് ഞങ്ങൾ വിഷയമായിട്ട് എടുത്തിരിക്കുന്നത്. ഈ പ്രതിപക്ഷ നേതാവ് പറഞ്ഞല്ലോ പല സ്ഥലത്തും BJP-യും CPM തമ്മിൽ നല്ല ഡീലുണ്ടെന്നുള്ളത്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പറയട്ടെ, അവർ തമ്മിലാണ് ഡീലെന്നുള്ളത്. കേരളത്തിൻ്റെ ബോർഡർ വിട്ട് കഴിഞ്ഞാൽ, ഈ വളയർ വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവർ തമ്മിലല്ലേ ഡീല്. അപ്പോൾ അങ്ങനെ ഡീൽ ചെയ്യുന്ന ആളുകൾ ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും തിരുവനന്തപുരം അടക്കമുള്ള സ്ഥലത്ത്, മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലും കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലും തിരുവനന്തപുരം അടക്കമുള്ള സ്ഥലത്ത് BJP തോൽപ്പിക്കാൻ വേണ്ടി ഇവർ രണ്ടുപേരും കൈ കൊടുത്തില്ലേ? എന്തിന്? ഇവരുടെ നേതാക്കന്മാർ തന്നെ പരസ്യമായിട്ട് പറയുന്നില്ല, BJP ഞങ്ങൾ ഒരു കാരണത്താലും അധികാരത്തിൽ കൊണ്ടുവരാൻ സാധിക്കില്ല, അതിനുവേണ്ടി കൈ ഓർക്കേണ്ടി വന്നാൽ കൈ ഓർക്കുന്നത് ഇവരുടെ നേതാക്കൾ തന്നെ പറയുന്നു. ഓപ്പണായിട്ട് അവർ തന്നെ പറയുമ്പോൾ അവർ തന്നെ സമ്മതിക്കുകയല്ലേ അവർ തമ്മിലാണ് ഡീലെന്നുള്ളത്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ അവർ ടാക്ടിക്കലായിട്ട് BJP എവിടെയൊക്കെ ജയിക്കാൻ സാധ്യതയുണ്ടോ അവർ തമ്മിൽ ഡീലുണ്ടാക്കിയിട്ടുണ്ട്, ഇൻക്ലൂഡിങ് പാലക്കാട്. അവർ ഡീലുണ്ടാക്കിയിട്ടുണ്ട്, BJP തോൽപ്പിക്കാൻ വേണ്ടി അവർ തമ്മിൽ ഡീലുണ്ടാക്കിയിട്ടുണ്ട്. ഈ ഡീലുമായിട്ടാണ് ഇത്തവണത്തെ കോൺഗ്രസും CPM പോകുന്നത്. ഞങ്ങൾ അങ്ങോട്ട് പറയുകയാണ്, അതിനകത്ത് യാതൊരു സംശയവുമില്ല. പോയി പരിശോധിക്കട്ടെ ആരുടെ ഡീല സത്യം എന്നുള്ളതാണ്. സത്യം ജനങ്ങൾക്ക് മനസ്സിലാവും. തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുമ്പോൾ കൃത്യമായി എവിടെ. വേറൊരു ചോദ്യം ചോദിക്കാൻ പോകുന്നത്, ഈ ജയിക്കാൻ സാധ്യതയുള്ള പല സീറ്റുകളും, അതായത് കൊടുങ്ങല്ലൂർ സീറ്റിൽ വലിയ പ്രതീക്ഷയായിരുന്നു ശരിക്കും BJP സംബന്ധിച്ചിട്ടാണ് നമ്മൾ അറിയുന്നത്. തൃപ്പൂണിത്തറ നഗരസഭ പിടിച്ച മണ്ഡലമാണ്. അവിടെയൊക്കെ നമ്മൾ ഘടകകക്ഷികൾക്ക്, അതായത് എനിക്ക് തോന്നുന്നു കേരളത്തിലെ BJP ഇവിടുത്തെ വോട്ടേഴ്സിന് ഘടകകക്ഷികൾക്ക് വോട്ട് ചെയ്തുള്ള ശീലം വളരെ കുറവാണ്. അങ്ങനെ ഒരു ഘട്ടത്തിൽ അത്രയും ശക്തമായിട്ടുള്ള സീറ്റുകളിൽ ഇത്രയും ദുർബലരായ സ്ഥാനാർത്ഥികളെ, ഇല്ലെങ്കിൽ 2020 പോലത്തുള്ള ആൾക്കാർക്ക് ഈ സീറ്റുകൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ഒരു? 2020 ദുർബലമാണെന്ന് ആര് പറഞ്ഞു? 2020 ആദ്യമേ. എന്നാലും BJP-യുടെ സ്ഥാനാർത്ഥികൾ പലരും മത്സരിക്കാനിരുന്നത് പോലെ അത്രയും ശക്തരാണോ ഇപ്പം നിൽക്കുന്ന? ഒന്നും രണ്ടാവതില്ലേ? BJP-യുടെ ശക്തിയും അവരുടെ ശക്തിയും കൂടി ചേരുമ്പോൾ ഒന്നും രണ്ടാവതില്ലേ? BJP-യുടെ സംഘടനാ സംവിധാനം ഒരു കാട്ട സംവിധാനമാണ്. BJP-യുടെ സംഘടനാ സംവിധാനം കൃത്യമായി നിൽക്കേണ്ട സ്ഥലത്ത് തന്നെ നിൽക്കും. BJP-യുടെ സംഘടനാ സംവിധാനത്തിന് കൂടെ അഡീഷണൽ ആയിട്ട് ഒരു ശക്തിയും കൂടെ കൂടുമ്പം അതിൻ്റെ റിസൾട്ട് ഉണ്ടാകാൻ പോകുന്നത് നിങ്ങൾ കണ്ടോളൂ. ഇത് വരുമ്പോൾ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബോധ്യമുണ്ടാവും. നമ്മൾ സാധാരണ ആ ഒരു പെർസ്പെക്റ്റീവ് ചിന്തിക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നമെല്ലാം വരുന്നത്. ഇപ്പം ഞാൻ തിരുവല്ലയിൽ മത്സരിക്കാൻ വന്നപ്പോൾ പലരും പറഞ്ഞു, തിരുവല്ല BJP-ക്ക് പറ്റിയ സീറ്റാണോ, ഇവിടെ വലിയ UDF-ൻ്റെ ഇതില്ലേ, ക്രിസ്ത്യൻസ് ഇല്ലേ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പൊളിറ്റിക്സിൽ ഒരിക്കലും നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ ലോജിക്ക് വെച്ച് നടക്കില്ല. പലപ്പോഴും ഞങ്ങൾക്കറിയാം ഞങ്ങൾ എന്താ ചെയ്യുന്നതെന്നുള്ളത്. അത് തിരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുമ്പോൾ കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ അതിനകത്തൊരു വേറെ ഒരു ആശയക്കുഴപ്പത്തിൻ്റെയും പ്രശ്നമില്ല. ചിന്തിച്ചാണ് ചെയ്യുന്നത്. ഡൽഹി ഇരിക്കുന്ന കേന്ദ്ര നേതൃത്വം ഉൾപ്പെടെയുള്ളവർ ആലോചിച്ചാണ് ഈ തീരുമാനം. എല്ലാവരുടെ അനുമതിയോടുകൂടിയല്ലേ, ഞങ്ങൾ മാത്രമല്ല തീരുമാനിക്കുന്നത്, ഡൽഹി ഇരിക്കുന്നവർ കൂടി ചേർന്നല്ല തീരുമാനിക്കുന്നത്. കൃത്യമായി ഇതിനകത്ത് ഞങ്ങൾക്കൊരു കൃത്യമായൊരു പ്ലാനുണ്ട്. ഇത്തവണ എന്താണ് ഫലം വരേണ്ടതെന്നുള്ളത് ഞങ്ങൾക്ക് കൃത്യമായൊരു ധാരണയുണ്ട്. ആ ഫലത്തിലേക്ക് നമ്മൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു ധാരണ, നമുക്കൊരു 25% വോട്ടിംഗ് ഷെയർ എന്നതല്ല, അത് ശരിക്കും നമുക്ക് അത്രത്തോളം വോട്ട് ശതമാനം ഉയർത്താൻ സാധ്യതയുള്ള BJP കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ആ പ്ലാൻ എങ്ങനെയാണ് വർക്കാവുക എന്നുള്ളൊരു ഉദ്ദേശം? ഞങ്ങൾ പറഞ്ഞല്ലോ, BJP എന്ന് പറയുന്ന പ്രസ്ഥാനം അല്ലെങ്കിൽ പാർട്ടി എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ പൊളിറ്റിക്കൽ ഗ്രോത്ത് ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരേ ഒരു പാർട്ടി BJP-ആണ്. 2011 തെരഞ്ഞെടുപ്പിൽ 6% കിടന്ന BJP അടുത്ത 2016 ആകുമ്പോഴത്തേക്ക് 10-13% എത്തുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലോക്സഭ ആകുമ്പോഴത്തേക്ക് 20% എത്തുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലും 16-17% അടുപ്പിച്ച് ആക്ച്വൽ വോട്ടുണ്ട് BJP-ക്ക്. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് BJP മാത്രമാണ് ഗ്രോ ചെയ്യുന്ന പാർട്ടി. അങ്ങനെ മൊത്തത്തിൽ ഇത്തവണ ഒരു വലിയ വിജയം ഇത്തവണ BJP നേടുന്ന കാര്യത്തിന് യാതൊരു സംശയവുമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ കാലങ്ങളായിട്ട് ഈ രണ്ടുപേരെയും പരീക്ഷിച്ച് ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെയും എന്താ പറയുന്നത്, ഒരു റിയലിസ്റ്റിക് ആയിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ BJP-ക്ക് വലിയ രീതിയിലുള്ള ഒരു ഗ്രോത്ത് താഴെത്തട്ടിലുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. തിരുവനന്തപുരം മാത്രമല്ല, തിരുവനന്തപുരത്ത് ഗ്രോത്ത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ശരിയാണ്, ചില പോക്കറ്റ്സ് ഞങ്ങൾക്ക് വോട്ട് കിട്ടിയിട്ടില്ല. പല സ്ഥലത്തും ഞങ്ങൾ സംഘടന ഇതിൽ വീക്കാണ്. പക്ഷെ ഞങ്ങൾക്ക് വലിയ ഗ്രോത്ത് ഉണ്ടായ സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷനിൽ ഞങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടായില്ലേ, കൊല്ലം കോർപ്പറേഷനിൽ ഞങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടായിട്ടില്ലേ, എന്തിന് ഈ പത്തനംതിട്ട ബെൽറ്റ് ഞങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടായിട്ടില്ലേ, ആലപ്പുഴ ജില്ലയിൽ ഞങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടായിട്ടില്ലേ. ആലപ്പുഴ ജില്ലയിൽ ഒരു 5% കൂടുതൽ ഞങ്ങൾക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത എന്താ പറയുക, ഇടതുപക്ഷത്തിൻ്റെയൊക്കെ കോട്ടയെന്നൊക്കെ അവർ വിശേഷിപ്പിച്ചിരുന്ന ആലപ്പുഴയിൽ കഴിഞ്ഞ ലോക്സഭയിൽ ശോഭാ സുരേന്ദ്രൻ നേടിയ 3 ലക്ഷം വോട്ടാണ്. ഈ തൊട്ടടുത്തുള്ള ചെങ്ങന്നൂരിൽ BJP ഭരിക്കുന്നത് 5 പഞ്ചായത്താണ്. എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഈ കഴിഞ്ഞ കാലയളവിലുണ്ടായ ഗ്രോത്ത് അല്ലേ. അതുകൊണ്ട് ഈ BJP മാത്രമാണ് ഗ്രോയിങ് പാർട്ടി. അതുകൊണ്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും കൃത്യമായിട്ട് BJP-ക്ക് ഒരു ഗ്രോത്ത് ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ BJP നിൽക്കുന്ന സ്ഥലങ്ങളിൽ ത്രികോണ മത്സരങ്ങളാണല്ലോ കൂടുതലും വരിക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേത് UDF LDF തമ്മിലുള്ള ഡയറക്റ്റ് പോരാട്ടങ്ങളായിരിക്കും മിക്കവാറും മണ്ഡലങ്ങളിൽ നടക്കുക. പക്ഷേ BJP നിൽക്കുന്ന മണ്ഡലങ്ങളിൽ ഒരു ത്രികോണ മത്സരം വരുമ്പം ഈ രണ്ടുപേരും പിടിക്കുന്നതിലും അധികം വോട്ട് പിടിച്ചാൽ മാത്രമാണ് ഒരു BJP സ്ഥാനാർത്ഥിക്ക് ജയിക്കാൻ കഴിയുക, അല്ലെങ്കിൽ ഒരു NDA സ്ഥാനാർത്ഥിക്ക് ജയിക്കാൻ കഴിയുക. പക്ഷേ അത് സത്യത്തിൽ ഒരു വലിയ ചലഞ്ചാണ് കേരളത്തെ സംബന്ധിച്ചിട്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ സമയത്തും ഇതുപോലെ ത്രികോണ മത്സരമായിരുന്നല്ലോ. BJP അതിനെ മറികടന്നിട്ടില്ലേ?
ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ചലഞ്ച്. അത് ശരിയാണ്, യഥാർത്ഥമായ ചലഞ്ചാണ്. അത് ഞങ്ങൾ മറികടക്കുകയും ചെയ്യും. രണ്ടുപേരും തമ്മിൽ കൈ കോർത്തിട്ട് വോട്ട് മറിക്കൽ മാത്രമാണ് ഏറ്റവും വലിയ ചലഞ്ച്. ആ ഒരു വലിയ പ്രശ്നം അത് ഞങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. അതിന് ഞങ്ങൾ ഓവർകം ചെയ്യും. പക്ഷേ ഒരു ത്രികോണ മത്സരം വരുമ്പം സ്വാഭാവികമായിട്ടും ഒന്നാമത്തെ കാര്യം ചിന്തിക്കേണ്ടത് എന്തുകൊണ്ട് BJP ത്രികോണത്തിലേക്ക് വന്നു ആ മണ്ഡലത്തിൽ എന്നുള്ളതാണ്. കാരണം BJP വീക്കായിട്ടുള്ള സ്ഥലത്താണെങ്കിൽ ത്രികോണം വരത്തില്ലല്ലോ. രണ്ട് മുന്നണികൾ തമ്മിൽ മത്സരിക്കും, BJP ഫാർ തേർഡ് ആയിരിക്കും. ഇപ്പോൾ തിരുവല്ല പോലൊരു സ്ഥലത്ത് ത്രികോണ മത്സരം ആണെന്നാണ് ജനങ്ങൾ പറയുന്നത്. ത്രികോണമൊന്നും അല്ല, ഇവിടെ രണ്ടുപേര് തമ്മിലുള്ള മത്സരമാണ്, ഞാനും മറ്റൊരു ഇവരായിട്ടുള്ള മത്സരമാണ്. പക്ഷേ ത്രികോണ മത്സരം നടക്കുന്നിടത്ത് BJP വളർന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ BJP ഫൈറ്റിൽ വന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ BJP ജയസാധ്യതയിൽ വന്നതുകൊണ്ടാണല്ലോ ത്രികോണം വരുന്നത്. അപ്പോൾ ത്രികോണം വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് മറ്റ് രണ്ടുപേർക്കും അവർക്ക് കിട്ടേണ്ട വോട്ട് അവർ മേടിച്ചുകൊണ്ട് പോകും. ഇപ്പോൾ വിജയസാധ്യത എവിടെയൊക്കെ ജയസാധ്യത BJPക്ക് ജനങ്ങളുടെ മനസ്സിൽ തോന്നലുണ്ടാക്കിയിട്ടുണ്ടോ അവിടെല്ലാം BJP ജയിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ എന്തുകൊണ്ട് ജയിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ വിലയിരുത്തൽ ജയസാധ്യത ഉണ്ടെന്ന് ജനങ്ങൾക്ക് ബോധ്യം വന്നാൽ അന്ന് BJP ജയിക്കും. ഈ തിരുവനന്തപുരം നഗരസഭയിലെ കോർപ്പറേഷനിലേക്ക് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്തെ പല മണ്ഡലങ്ങളിലും BJPക്ക് എഡ്ജായിട്ട് നിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഏതോ ആരുടെയോ ഒരു രാഷ്ട്രീയ നിരീക്ഷകർ ആരോ പറഞ്ഞാണ് BJPയുടെ യഥാർത്ഥ വോട്ട് 20% അല്ല, BJPയുടെ യഥാർത്ഥ ശതമാനം 30% ആരോ പറഞ്ഞു. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയാണ്, ഈ പറയുന്ന ട്രയാങ്കുലർ കോണ്ടസ്റ്റ് വരാത്ത സ്ഥലങ്ങളിൽ അപ്പം ആളുകൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കും BJPക്ക് വോട്ട് കൊടുക്കണോ വേണ്ടോ എന്നുള്ളത്. വിന്നബിലിറ്റി ഒരു വലിയ ഫാക്ടറാണ്. അതുകൊണ്ട് ആ ഭാഗത്ത് അങ്ങനെ ഒരു ചിന്ത വരും. പക്ഷേ ഇത്തവണത്തെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ത്രികോണ മത്സരത്തിൽ എത്തി നിൽക്കുകയാണ് BJP പല സ്ഥലങ്ങളിലും. അതാണ് ഇത്തവണത്തെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ഒരു 10-40 സ്ഥലങ്ങളിൽ BJP ഇത്തവണ ട്രയാങ്കുലർ കോണ്ടസ്റ്റിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ട്രയാങ്കുലർ കോണ്ടസ്റ്റിൽ BJP എവിടെ എത്തുന്നു അവിടെ BJP ജയിക്കും. അത് BJPയുടെ ചരിത്രമാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഈ പറഞ്ഞല്ലോ, ഈ ചോദ്യം വളരെ കറക്റ്റാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലും BJPക്ക് കഴിഞ്ഞ കോർപ്പറേഷൻ 2020 BJP ഒപ്പോസിഷനിൽ വരുന്നത്. അതിന് മുമ്പുണ്ടായിരുന്ന സമയത്ത് വളരെ സീറ്റ് കുറവല്ലായിരുന്നു. അതിന് കാരണം അന്ന് BJP വിന്നബിളാണെന്ന് തോന്നിയിട്ടില്ല. കഴിഞ്ഞ തവണ വന്നപ്പോഴത്തേക്ക് BJP കയറി വന്നു. ഇത്തവണ ആയപ്പോഴത്തേക്ക് BJP വിന്നബിളാണെന്ന് തോന്നിയപ്പോൾ ജനങ്ങൾ BJP വോട്ട് ചെയ്യും. എന്ന് BJP വിന്നബിളാണെന്ന് ഏതെങ്കിലും മണ്ഡലത്തിൽ തോന്നുന്നുണ്ടോ അവിടെ BJPക്ക് ജനങ്ങൾ വോട്ട് ചെയ്യും, അവിടെ BJP ജയിപ്പിക്കും. BJP ജയിക്കണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ BJPക്ക് അവിടെ ജയിക്കാനുള്ള വോട്ടില്ല എന്ന് തോന്നുമ്പോൾ ചിലപ്പോൾ അവർ മാറി ചിന്തിക്കും. പക്ഷേ എവിടെയൊക്കെ BJPക്ക് ജയിക്കാൻ വോട്ടുണ്ടെന്ന് തോന്നുന്നോ, എവിടെയൊക്കെ BJP ട്രയാങ്കുലർ കോണ്ടസ്റ്റിലാണെന്ന് തോന്നുന്നോ അവിടെ BJP ജയിപ്പിക്കും. അതിന് യാതൊരു സംശയവുമില്ല. ഇതാണ് BJPക്ക് ഉണ്ടാകാൻ പോകുന്ന മാറ്റം. എനിക്കറിയാം അനു ആൻ്റണി മോദിയായിട്ടും അമിത്ഷായൊക്കെ വളരെ അടുപ്പം കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണെന്ന്. സ്വാഭാവികമായിട്ടും അനു ആൻ്റണിയൊക്കെ കേരളത്തിൽ വർക്ക് ചെയ്യാൻ ഇറങ്ങുന്നത് ഒരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടി തന്നെയായിരിക്കും. എന്താണ് കേരളത്തിലെ BJPയുടെ പ്ലാൻ? തിരഞ്ഞെടുപ്പല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. വാട്ട് ഈസ് യുവർ പ്ലാൻ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ BJPയുടെ DNA ഉള്ളതാണ് ഡെവലപ്മെൻറ്റും ഗ്രോത്തും. കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റും ഗ്രോത്തും ഈ ഒരു സ്ഥിതിയിൽ നിന്നാൽ പോരാ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, മറ്റ് പല സംസ്ഥാനങ്ങളായിട്ട് നമ്മൾ പലപ്പോഴും കമ്പയർ ചെയ്യാറില്ല. അത് പ്രത്യേകിച്ച് എന്ത് പറഞ്ഞാലും UP അതെന്നൊക്കെ പറയും. പക്ഷേ അവിടുത്തെ യാഥാർത്ഥ്യം ആർക്കും മനസ്സിലാവുന്നില്ല. ഈ പറയുന്ന സ്ഥലങ്ങളൊക്കെ നമ്മളെ സംബന്ധിച്ച് വികസനത്തിൻ്റെ കാര്യത്തിൽ ഒരു 30-40 വർഷം മുമ്പ് ഒത്തിരി പിന്നിൽ നിന്ന സ്ഥലങ്ങളാണ്. ബീമാരു സ്റ്റേറ്റ്സ് എന്നൊക്കെ വിളിച്ചിരുന്ന സ്ഥലങ്ങളാണ്. എന്തിന് തമിഴ്നാട്ടുകാരെ നമ്മൾ കളിയാക്കിക്കൊണ്ടിരുന്ന സ്ഥലങ്ങളാണ്. ഇന്ന് തമിഴ്നാടൊക്കെ നമ്മളെക്കാൾ എത്ര മുമ്പിൽ പോയി. ഇന്ന് അവിടുത്തെ ഏതെങ്കിലും തമിഴ്നാട്ടുകാർ ചെറുപ്പക്കാർ കൂട്ടത്തോടെ കേരളത്തിൽ വന്ന് ജോലി ചെയ്യാൻ വരുന്നുണ്ടോ? പണ്ട് നമ്മളങ്ങനല്ല, നമ്മുടെ ചെറുപ്പക്കാരാണ് ഇന്ന് ചെന്നൈ പോയി കിടക്കുന്നത്, നമ്മുടെ ചെറുപ്പക്കാരാണ് ബാംഗ്ലൂരിൽ പോയി കിടക്കുന്നത്. കർണാടക എന്തെങ്കിലും ചെറുപ്പക്കാർ ഇവിടെ വന്ന് ജോലിക്ക് വേണ്ടി കിടപ്പുണ്ടോ? ഇല്ലല്ലോ. എന്ന് പറഞ്ഞാൽ അവർക്ക് സ്വയം പര്യാപ്തമായി അവർക്ക് വലിയ ഗ്രോത്ത് അവർ ഉണ്ടാക്കിയെടുത്തു. അവർക്ക് അതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ തമിഴ്നാട് ഒരു 1970-80 ശേഷം ഇൻഡസ്ട്രിയലൈസേഷനിലേക്ക് തിരിഞ്ഞു. അവർ അഗ്രികൾച്ചറിനെയും ഇൻഡസ്ട്രിയും ഒരേ ത്രാസിൽ ഒരുമിച്ച് കൊണ്ടുപോയതുകൊണ്ടാണ് അവർ മുമ്പിൽ കയറിയത്. എന്ന് പറയുന്നത് പോലെ നമുക്ക് കേരളത്തിൽ ഒരു ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ എന്താണ് നമ്മുടെ മോഡൽ എന്ന് ആദ്യമേ തീരുമാനിക്കണം. ഈ കേരള മോഡൽ കൊണ്ട് നമുക്ക് പറ്റത്തില്ല. ഈ കേരള മോഡൽ എന്ന് പറഞ്ഞാൽ റെമിറ്റൻസ് ബേസ്ഡ് ആണ്. ഈ കേരള മോഡൽ എന്ന് പറഞ്ഞാൽ പ്രത്യേക വരുമാനമില്ലാതെ ലിക്കറും ലോട്ടറിയുടെയും ടാക്സ് വെച്ചാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. ഈ ഒരു കേരളത്തിൻ്റെ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്രം എന്തെങ്കിലും നൽകിയാൽ മാത്രം വികസനം ചെയ്യാം. ഈ ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ കടമെടുത്താൽ മാത്രം മുമ്പോട്ട് പോകാം. ഈ കേരള മോഡൽ കൊണ്ട് നടക്കില്ല. പുതിയ കേരള മോഡൽ വേണം. വികസനത്തിൻ്റെ ഒരു പുതിയ കേരള മോഡൽ. അതിനകത്ത് പുതിയ റവന്യൂ ജനറേഷൻ ഉള്ള വഴികൾ കണ്ടെത്തണം, പുതിയ ഇൻഡസ്ട്രിയലൈസേഷൻ്റെ വഴി കണ്ടെത്തണം, പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാനുള്ള വഴികൾ കണ്ടെത്തണം, പുതിയ ലക്ഷക്കണക്കിന് ജോലികൾ ഉണ്ടാക്കാനുള്ള വഴികൾ കണ്ടെത്തണം. അങ്ങനെയുള്ളൊരു പുതിയ മോഡലാണ് ഇനി വേണ്ടത്. ഈ ഒരു മോഡൽ കേരളത്തിന് കൊടുക്കാൻ BJPയെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ നേരത്തെ പറഞ്ഞത്, പ്രോ ഡെവലപ്മെൻറ്റ് പ്രോ ഗ്രോത്ത് BJPക്ക് മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ ഒരു മോഡലായിരിക്കും BJP കേരളത്തിന് വേണ്ടി നൽകാൻ പോകുന്ന ഏറ്റവും വലിയ സംഭാവന. ഞാൻ ചോദിക്കുന്നത് ഇതിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ എന്താണ് ഒരു 10 വർഷത്തെ BJPയുടെ പ്ലാൻ എന്ന് പറയുന്നത്? 10 വർഷത്തെ പ്ലാൻ ഞങ്ങൾ പറയും, ഞങ്ങൾക്ക് അധികാരത്തിൽ വരണം. അത് തന്നെയാണ് പ്ലാൻ. 10 വർഷമൊന്നുമല്ല, ഉടനെ തന്നെ അധികാരത്തിൽ വരണം. 10 വർഷത്തിനുള്ളിൽ BJPക്ക് കേരളം മാറ്റിയെടുക്കണം. അതുകൊണ്ട് ഞങ്ങൾക്ക് ഉടനെ അധികാരത്തിൽ വന്നേ മതിയാവും.
ഞങ്ങൾക്ക് ഇനി വെയിറ്റ് ചെയ്യാൻ സമയമില്ല. കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ സമയമില്ല. കാരണം ജനങ്ങൾ ഒത്തിരി നാളായിട്ട് വെയിറ്റ് ചെയ്യുന്നു, 75 വർഷമായി വെയിറ്റ് ചെയ്യുന്നു. ഇനി കേരളത്തിൽ ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ സമയമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അധികാരത്തിൽ വരണം, കേരളത്തെ മാറ്റിയെടുക്കണം. ഓക്കെ, അപ്പോൾ എല്ലാവരും ആശംസ. താങ്ക് യു താങ്ക് യു സോ മച്ച്.